വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. നമുക്ക് വിൻഡോസ് 7 എങ്ങനെയാണ് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ വിൻഡോസ് 7 ലോഗിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫയർഫോക്സ് ബ്രൗസറിൽ ഞാൻ എൻ്റെ സെർച്ച് എടുത്തിട്ട് ഗൂഗിൾ സെർച്ചിൽ ഞാൻ ഗിറ്റ് SCM എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ഗിറ്റ് SCM അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് git-scm.com എന്ന് പറയുന്ന വെബ്സൈറ്റിലെ ലിങ്കാണ് ഫസ്റ്റ് മുകളിൽ വന്നിട്ടുള്ളത്. അതിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ പോയ ഉടനെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ ഡൗൺലോഡ് വിൻഡോസ് എന്ന് പറഞ്ഞ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വരുന്ന പേജിൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. എൻ്റെ ഗിറ്റ് ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം ആ ഒരു exe ഫയൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ വരുന്ന സെക്യൂരിറ്റി ഡയലോഗിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്, അത് റൺ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. റൺ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. വീണ്ടും കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട് ആക്സസ് കൺട്രോളിന് വേണ്ടിയിട്ട്. അവിടുന്ന് കൺഫർമേഷൻ കൊടുക്കുക, യെസ്. അടുത്ത സ്ക്രീനിൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഏത് ഫോൾഡറിലാണ് നിങ്ങളുടെ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഡീഫോൾട്ട് തന്നെ കീപ്പ് ചെയ്യാം. സി പ്രോഗ്രാം ഫയൽസിൽ ഗിറ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിലേക്കാണ് ഇൻസ്റ്റാൾ ആവാൻ പോകുന്നത്. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പിന്നെ വരുന്ന സ്ക്രീനിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻ എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് ഡെസ്ക്ടോപ്പിൽ അതിൻ്റെ ഐക്കൺ വേണം, പിന്നെ അപ്ഡേറ്റ് ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ ചെക്ക് ചെയ്യാത്ത എല്ലാ ഓപ്ഷൻസും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിടുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് മെനു ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ ഗിറ്റ് കമ്മിറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏത് എഡിറ്ററാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. കോഡ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് എഡിറ്റർ ആണെന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നീട് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡീഫോൾട്ട് തന്നെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. പിന്നെ ഡീഫോൾട്ട് ബ്രാഞ്ചിൻ്റെ നെയിം ചോദിക്കുന്നുണ്ട്. അതായത് റീസെൻ്റ്ലി ഗിറ്റിൻ്റെ വർക്ക്ഫ്ലോയിൽ ഗിറ്റബിൻ്റെ ഒക്കെ വർക്ക്ഫ്ലോയിൽ ബ്രാഞ്ച് നെയിം മുമ്പ് ഉണ്ടായിരുന്നത് മാസ്റ്റർ എന്നായിരുന്നു, അത് മാറിയിട്ട് മെയിൻ ആയിട്ടുണ്ട്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീഫോൾട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അടുത്ത സ്ക്രീനിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. അതായത് ഗിറ്റ് ബാഷും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത സ്ക്രീന് SSL ഉപയോഗിക്കുന്നത് ഏത് ടൂളാണ് എന്നുള്ള ചോദിക്കുന്നുണ്ട്. അവിടെയും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഡീഫോൾട്ട് തന്നെ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. സിംബോളിക് ലിങ്ക്സ് കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. പിന്നെ വരുന്ന രണ്ട് ഓപ്ഷനും സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. നിങ്ങൾ ഗിറ്റ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം അവസാനം വരുന്ന ഫിനിഷ് സ്ക്രീനിൽ ലോഞ്ച് ഗിറ്റ് ബാഷ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വ്യൂ റിലീസ് നോട്ടിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഗിറ്റും ഇൻസ്റ്റാൾ ആവും. അതിൻ്റെ കൂടെ തന്നെ ഗിറ്റ് നമുക്ക് ഒരു ലിനക്സ് എൻവിറോൺമെൻറ്റ് എങ്ങനെയാണോ നമ്മൾ ടെർമിനലൊക്കെ യൂസ് ചെയ്യുന്നത് അതേപോലെ ഉപയോഗിക്കാനുള്ള ഒരു ഗിറ്റ് ബാഷ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതാണ് ഗിറ്റ് ബാഷ് എന്ന് പറയുന്നത്. ആ ഒരു ടെർമിനൽ ഇൻ്റർഫേസ് ആണ് ഈ ഓപ്പൺ ആയി വന്നിട്ടുള്ളത്. ആ ടെർമിനൽ ഇൻ്റർഫേസ് ഓപ്പൺ ആയി വന്നതിന് ശേഷം നമ്മൾ ആ ഒരു ഐക്കൺ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പിൻ ദിസ് പ്രോഗ്രാം ടു ടാസ്ക് ബാർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടാസ്ക് ബാറിൽ അതിൻ്റെ ഐക്കൺ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സമയത്തും ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ സെർച്ചിൽ നിങ്ങൾ ഗിറ്റ് ബാഷ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. ഗിറ്റ് എന്ന് പറയുന്ന സെർച്ച് ചെയ്യുക. അപ്പോൾ തന്നെ ഗിറ്റിൻ്റെ പല ഓപ്ഷൻസ് വരും. അതിൽ ഗിറ്റ് ബാഷ് ചൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഫോൾഡർ കാണിച്ചത് കാണാം. അതായത് C യൂസേഴ്സ് ബീറ്റാ സ്ക്വയറൽ, അതാണ് എൻ്റെ യൂസർ ഫോൾഡർ അവിടെ ഉള്ളത്. ഞാനിപ്പോൾ ഏത് ഫോൾഡറിലാണ്, ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലിനക്സിൻ്റെ കമാൻഡായ PWD പ്രിൻറ്റ് വർക്കിംഗ് ഡയറക്ടറി എന്ന് പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. ആ സമയത്ത് ഞാൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, ഏത് ലൊക്കേഷനിലാണ് ഈ ടെർമിനലിൽ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ C ഡ്രൈവിൽ യൂസേഴ്സിൽ ബീറ്റാ സ്ക്വയറൽ എന്ന് പറയുന്ന ഫോൾഡറിലാണുള്ളത്. ഇനി നമ്മൾ പ്രോജക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫോൾഡറിലേക്ക് പോകേണ്ടതുണ്ട്. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ഡ്രൈവിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലോ ഒക്കെ പോകണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് PWD ടൈപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഫോൾഡറിൽ ഞാനിപ്പോൾ ഉള്ള ഫോൾഡറിൽ എന്തൊക്കെയാണുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് LS എന്ന് പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. ആ സമയത്ത് ആ ഒരു ഫോൾഡറിൽ വേറെ ഏതൊക്കെ ഫോൾഡേഴ്സ് ഉണ്ടെന്നുള്ളത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ
ഡെസ്ക്ടോപ്പ്, ഡോക്യുമെൻറ്റ്സ്, ഡൗൺലോഡ്സ് അങ്ങനെയുള്ള ഫോൾഡേഴ്സൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മാക്സിമം നിങ്ങൾ ഒന്നെങ്കിൽ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് പ്രിഫർ ചെയ്യുക. അപ്പോൾ അവിടേക്ക് പോയിട്ട് അവിടെയാണ് നിങ്ങൾ പ്രൊജക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടതും ക്ലോൺ ചെയ്യേണ്ടതൊക്കെ. അപ്പം ഞാനിവിടെ ഒരു ഫോൾഡറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് CD ചേഞ്ച് ഡയറക്ടറി എന്ന് പറയുന്ന കമാൻഡാണ് കൊടുക്കേണ്ടത്. CD എന്നിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് ഞാൻ പോകേണ്ട ഫോൾഡറിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, അതായത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്നാണല്ലോ, ഡോക്ക് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് ടാബ് കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോ കംപ്ലീഷൻ വരും. അപ്പോൾ CD ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ഫോൾഡറിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ പോയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. യെല്ലോ കളറിൽ ഡോക്യുമെൻറ്റ്സ്, ഞാനിപ്പോൾ ഉള്ളത് ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലാണ് എന്നുള്ളത് നിങ്ങൾ ടോപ്പിൽ ഗിറ്റ് ബാഷിൻ്റെ ടൈറ്റിൽ ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. C യൂസേഴ്സ് ബീറ്റാ സ്ക്വയർ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഞാനുള്ളത്. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് LS കമാൻഡ് പ്രസ് ചെയ്യാം. മൈ മ്യൂസിക്, മൈ പിക്ചേഴ്സ്, മൈ വീഡിയോസ്, desktop.ini ഫയൽ, ഇത്രയും ഫയൽസും ആണ് ആ ഫോൾഡറിൽ ഉള്ളത്. ഇനി നിങ്ങൾക്ക് മാനുവലി നിങ്ങൾ എക്സ്പ്ലോററിലൂടെ ഡോക്യുമെൻറ്റ്സിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോജക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാം. അതിൽ ഗിറ്റ് ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലോൺ ചെയ്യാം. ഉദാഹരണത്തിന് ഈ ഡോക്യുമെൻറ്റ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഹിഡൻ ആയിട്ടുള്ള ഫയൽസ് ഉണ്ട്, അല്ലാതെ ഉള്ള ഫയൽസ് ഒന്നുമില്ല, ഫോൾഡേഴ്സ് ഒന്നുമില്ല. ഞാനിവിടെ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ബീറ്റാ സ്ക്വയർ ടാസ്ക് എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ LS കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഫോൾഡർ അവിടെ കാണാൻ പറ്റും. ഞാൻ CD ബീറ്റ എന്ന് പറയുന്ന ടാബ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോൾഡർ ഓട്ടോ കംപ്ലീഷൻ വന്നിട്ടുണ്ട്. ആ ഫോൾഡറിലേക്ക് ഞാൻ പോയി. ഇപ്പം ഞാൻ ബീറ്റാ സ്ക്വയർ ടാസ്ക് എന്ന് പറയുന്ന ഫോൾഡറിലാണുള്ളത്. ഈ ഫോൾഡറിനെ ഒരു ഗിറ്റിൻ്റെ ഫോൾഡറാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ള ഫോൾഡർ, അതായത് നിങ്ങൾ ഡോക്യുമെൻറ്റ്സിലാണെങ്കിൽ ആ ഒരു എൻറ്റയർ ഫോൾഡർ നിങ്ങൾ ഗിറ്റ് ഫോൾഡറാക്കി മാറ്റാൻ പാടില്ല. നിങ്ങളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചെറിയ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ ഫോൾഡറാണ് നിങ്ങൾ ഗിറ്റ് ഫോൾഡറാക്കി മാറ്റേണ്ടത്. നിങ്ങളൊരു പുതിയ ഗിറ്റ് നിങ്ങൾ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ക്ലോൺ ചെയ്താൽ മതി. ഗിറ്റ് ആപ്പിൽ പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ പ്രോജക്റ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് ക്ലോൺ ചെയ്താൽ മതി. ഞാനിപ്പോൾ ബീറ്റാ സ്ക്വയർ ടാസ്ക് എന്ന് പറയുന്ന ഫോൾഡർ, നിലവിൽ എനിക്കുള്ള ഫോൾഡർ ഗിറ്റാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചത്. ഒരു ഗിറ്റ് ഇനിറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുക. അപ്പോൾ ഒരു ഗിറ്റ് ഫോൾഡറായിട്ട് മാറും. ബ്രാഞ്ചിൻ്റെ നെയിം ഇവിടെ ഒരു ബ്ലൂ കളറിൽ ബ്രാക്കറ്റിൽ കാണിക്കുന്നുണ്ട്. മെയിനാണ് ബ്രാഞ്ചിൻ്റെ പേര്. ഇനി നിങ്ങൾക്ക് റിമോട്ട് ഒറിജിനൊക്കെ കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം ആഡ് ചെയ്ത് കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്യാവുന്നതാണ്.